ഹലോ, ഇന്നില്ലേ നൈറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഈ നെയ്ച്ചോറും അതുപോലെ നല്ല വറ്റിച്ചെടുത്ത ബീഫ് കറി കേട്ടാ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഈ വറ്റിച്ചെടുത്ത ബീഫ് കറി നമ്മൾ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതാ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിച്ചാലുണ്ടല്ലോ, ഊഫ് അടിപൊളിയാണ്, നല്ല വെന്ത ബീഫ്. അപ്പോൾ അതിന് വേണ്ടതാ ഇതുപോലെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, പിന്നെ ഇഞ്ചി കേട്ടോ, ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇതാ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് എടുക്കുക കേട്ടോ. ചതച്ചിട്ട് തന്നെ എടുക്കുക, എന്നാൽ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയിപ്പോൾ എന്താ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള അതിലേക്ക് കൂട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അത് കുറച്ചൊന്ന് മാറ്റി വെക്കണം കേട്ടോ, ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളം അധികം ഒഴിക്കേണ്ട, ബീഫിൽ നിന്ന് തന്നെ വെള്ളം വരും. ഇനിയിപ്പോൾ നമുക്ക് കുക്കറ് മൂടി അടച്ച് നമുക്ക് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുക. പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 3-4 വിസിൽ അടുപ്പിച്ച് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്കും ബീഫ് വെന്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ആ ഫ്ലെയിമിലേക്ക് വീണ്ടും ഒരു ചെറിയ പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പെരിഞ്ചീരകം കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. ഒന്ന് പൊട്ടി വരുമ്പോൾ നേരത്തെ ചതച്ച് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടില്ലേ കുറച്ച് മിക്സ്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് സവാള ഒരു 1-2 പീസ്, ഞാനിവിടെ 1.5 എടുത്തിട്ടുണ്ട്, 1ൻ്റെ പകുതിയും 1 എടുത്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റി ഉപ്പ് ചേർത്ത് വഴറ്റണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒന്ന് വഴറ്റി വന്നാൽ ആ ഒരു ബീഫിൻ്റെ കൂട്ടത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് വറ്റിച്ചത് ഇവിടെ റെഡിയാണ്. ഇത് നമുക്ക് ചപ്പാത്തിക്ക്, അതുപോലെ തന്നെ പൊറോട്ടയ്ക്ക്, അതുപോലെ നെയ്ച്ചോറിനൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ്.